സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ലോകത്തെ വിശ്വസിച്ച് ഗാസയുടെ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്ന മനുഷ്യരാണ് ഈ ചിത്രത്തിൽ. ഇസ്രയേൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ പ്രിയപ്പെട്ടവർ മരിച്ചു വീണ മണ്ണിലേക്കാണ് ഇവരുടെ മടങ്ങിപ്പോക്ക്. ഇസ്രയേലിന്റെ പഴയ ചതികൾ മനസ്സിലുണ്ട്. സമാധാന കരാർ സംബന്ധിച്ച് പല അവ്യക്തതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടാണ് ഈ തിരിച്ചുപോക്ക്. ഗാസയിൽ ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട സ്ഥിതിയാണ്. അത്ര ക്രൂരമായ ഉന്മൂലന സിദ്ധാന്തമാണ് ഇസ്രയേൽ അവിടെ പയറ്റിയത്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി മുന്നിട്ട് ഇറങ്ങുകയാണെന്ന് തുർക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗാസ ടാസ്ക് ഫോഴ്സിൽ തുർക്കി സായുധ സേന ഉടൻ ചേരും. തുർക്കിയുടെ സാന്നിധ്യം ഗാസ നിവാസികൾക്കും ആശ്വാസമാണ്. നമുക്കറിയാം, തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗന്റെ നിർണായക ഇടപെടലും ഗാസ സമാധാന കരാറിന് പിന്നിലുണ്ട്. ഈജിപ്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ തുർക്കി ആദ്യമായി പങ്കെടുത്തിരുന്നു. ഹമാസിനോട് തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതും തുർക്കിയാണ്. ഗാസയ്ക്കായി എർദോഗൻ UN-ൽ നടത്തിയ വൈകാരിക പ്രസംഗം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യവും ഈ അവസരത്തിൽ ഓർക്കണം. ഗാസ പുനർനിർമ്മാണത്തിൽ നിർണായകമായ റോൾ വഹിക്കാൻ അല്ലെങ്കിൽ നിർവഹിക്കാൻ ഒരുങ്ങുകയാണ് തുർക്കി എന്നാണ് വിവരം. ഈ വിവരങ്ങളിലൂടെയാണ്, അതായത് ഗാസയുമായി ബന്ധപ്പെട്ട തുർക്കിയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. ആദ്യം ഗാസയിലെ നിലവിലെ സ്ഥിതി പരിശോധിക്കാം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഏകദേശം 2 ലക്ഷം പലസ്തീനികളാണ് വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള കാര്യം ഇസ്രായേലി സൈന്യം അറിയിച്ചത്. അതിനുശേഷം സൈന്യം ഗാസ നഗരത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. തുടർന്നാണ് ഗാസക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയത്. വലിയ കെട്ടിട കൂമ്പാരങ്ങൾ മാത്രമാണ് ഇവരിൽ പലരെയും കാത്തിരിക്കുന്നത്. അത് നമുക്കറിയാം. വളരെ ചുരുക്കം ചില വീടുകൾ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നത്. പക്ഷേ അവിടേക്ക് എത്തപ്പെടുക ദുഷ്കരമാണെന്ന ഒരു സാഹചര്യമുണ്ട്. മടങ്ങിപ്പോകുന്ന പലർക്കും അതറിയാം. അത് അവർ അൽ ജസീറ പോലുള്ള ചാനൽ പ്രതിനിധികളോട് പറയുന്നതും കേൾക്കുന്നുണ്ട്. തീർച്ചയായും വീടുകളില്ല, അവ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ വീടുകൾ ഉണ്ടായിരുന്നിടത്തേക്ക് അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെ പോലും പോകാൻ അല്ലെങ്കിൽ മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് 40-കാരനായ മഹ്ദി സക്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ ദുരിതങ്ങൾക്കിടയിലും അത്രയും ശുഭപ്രതീക്ഷയുള്ള മനുഷ്യരാണ് പലസ്തീനികൾ എന്ന് ഉറപ്പിക്കാവുന്ന വാക്കുകളാണ്. ഗാസയിലേക്ക് സഹായ ട്രക്കുകളും ഈജിപ്ത് അതിർത്തിയായ റഫ വഴി കടന്നു വന്നു തുടങ്ങിയെന്നാണ് അവിടെ നിന്നുള്ള ശുഭവാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും ക്രമീകരിച്ച ട്രക്കുകളാണ് ഗാസ സിറ്റിയിലേക്ക് വന്നു തുടങ്ങുന്നത്. തുർക്കി ദിവസവും 600 ട്രക്കുകൾ അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭക്ഷണവും മരുന്നും ഷെൽട്ടർ സംവിധാനങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഇതുവഴി എത്തിക്കാൻ കഴിയും. എല്ലാം വളരെ പെട്ടെന്ന് ശരിയാക്കാനാണ് ഗാസയിലെ സന്നദ്ധ പ്രവർത്തകരുടെയും ശ്രമം. കരാർ നടപ്പാക്കലിൽ നിർണായക റോൾ വഹിക്കുന്നത് ഈജിപ്തും ഖത്തറും തുർക്കിയുമാണ്. പിന്നെ അമേരിക്കയുമുണ്ട്. ജോയിന്റ് ഓപ്പറേഷൻ റൂമിൽ നിർണായക സ്ഥാനത്ത് തുർക്കിയായിരിക്കും. സിവിൽ ഡിഫൻസ് ടീമിന് പുറമെ തുർക്കിയിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയറിംഗ് വിദഗ്ധരും ഗാസയിൽ എത്തുമെന്നാണ് തൊയ്ബ് എർദോഗൻ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 439 കോടി രൂപ ഗാസയിൽ ചെലവാക്കാനാണ് എർദോഗൻ അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് അംഗരാജ്യങ്ങളിൽ നിന്ന് തുർക്കി വഴി പണമെത്തും. ഗാസ ഭരണത്തിനായുള്ള സാങ്കേതിക സമിതിയിലും അംഗമാകാൻ തങ്ങളുണ്ടെന്ന് തുർക്കി അറിയിച്ചിട്ടുണ്ട്. അതായത് ഗാസയുടെ പുനർനിർമ്മാണത്തിലും ഇനിയുള്ള സുരക്ഷയുടെ കാര്യത്തിലും ആളും അർത്ഥവും നൽകുകയാണ് തുർക്കി. സൂക്ഷ്മമായി നമ്മളൊരു കാര്യം വിലയിരുത്തിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഗാസയുടെ കാര്യത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ പൊസിഷനിൽ നിന്ന് പ്ലേ പൊസിഷനിലേക്ക് തുർക്കി വന്നതായി കാണാൻ പറ്റും. അത് സമാധാന ചർച്ചകൾക്ക് ഗുണമാവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകളിൽ തുർക്കി ഉണ്ടായിരുന്നില്ല. ഖത്തറും ഈജിപ്തുമാണ് ഹമാസും ഇസ്രയേലുമായുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തത്. എന്നാൽ സെപ്റ്റംബർ അവസാനം മുതൽ മധ്യസ്ഥ ചർച്ചകളിൽ നിർണായക റോളിലേക്ക് തുർക്കി എത്തി. ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തുർക്കി ഗാസ ചർച്ചകളിൽ പങ്കെടുത്തത് എന്നതാണ് ഒരു റിപ്പോർട്ട്. അതല്ല, തുർക്കിയുടെ ആവശ്യപ്രകാരമാണ് മധ്യസ്ഥ ചർച്ചയിലേക്ക് തുർക്കിയെ ട്രംപ് നിയോഗിച്ചത് എന്നും 2 തരത്തിലുള്ള വാർത്തകളുണ്ട്. എന്തായാലും എർദോഗനും ട്രംപുമായുള്ള വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച നിർണായകമായി എന്നതാണ് യാഥാർത്ഥ്യം. ഹമാസുമായി അടുത്ത ബന്ധം ഉള്ള രാജ്യമാണ് തുർക്കി. ചില ഹമാസ് നേതാക്കൾ ഇപ്പോഴും തുർക്കിയിലാണ് ജീവിക്കുന്നത്. ഇതും ഗാസ സമാധാന ചർച്ചകളിൽ സഹായകരമായി എന്നാണ് റിപ്പോർട്ടുകൾ. ഈ 6-ന് ഈജിപ്തിൽ നടന്ന ചർച്ചകളിൽ ആദ്യമായി മധ്യസ്ഥ റോളിൽ തുർക്കി എത്തി. നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ MIT മേധാവി ഇബ്രാഹിം ഖലീനായിരുന്നു തുർക്കിയെ പ്രതിനിധീകരിച്ച് സംഘത്തെ നയിച്ചത്. ആദ്യ ചർച്ചയെ തന്നെ ഗുണപരമായി മാറ്റാൻ തുർക്കിക്ക് കഴിഞ്ഞു. ഹമാസിനും ഗുണപരമായ രീതിയിലുള്ള തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് തുർക്കിയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതായത് ചർച്ചകളെ ഘട്ടം ഘട്ടമായി തിരിച്ചതും
ആദ്യഘട്ടം ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് തുടർ ചർച്ചകളിലും അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തതും തുർക്കിയുടെ നയതന്ത്ര മികവായാണ് വിലയിരുത്തപ്പെടുന്നത്. അവിശ്വസനീയമായ സമാധാന ചർച്ചയുടെ വിജയത്തിന് പിന്നിൽ തുർക്കിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഈജിപ്തും ഖത്തറും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പോലെ അല്ല തുർക്കി പങ്കെടുക്കുന്നത്. നാറ്റോ അംഗരാജ്യം എന്ന നിലയിൽ വിശാലമായ നയതന്ത്ര ബന്ധവും സൈനിക ശേഷിയും ഒക്കെ ഉള്ള തുർക്കി പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കാൻ ചിലപ്പോഴെങ്കിലും ഇസ്രയേലിന് കഴിയില്ലായിരുന്നു. മാത്രമല്ല തുർക്കിയുടെ തന്ത്രപരമായ ഇടപെടലിന്റെ ശക്തിയും അതായിരുന്നു. മധ്യസ്ഥനായും ഉറപ്പുകൾ നടപ്പാക്കാൻ കഴിയുന്ന ശക്തിയായും തുർക്കി വഹിച്ച പങ്ക് അനിശ്ചിതാവസ്ഥയിലായിരുന്ന ചർച്ചയുടെ ഗതി മാറ്റി എഴുതി എന്നും നമുക്കതിനെ പറയാം. ഒരേ സമയം ഹമാസിന്റെയും ഇസ്രയേലിന്റെയും വിശ്വാസം നേടിയെടുക്കാൻ ആദ്യ ദിവസത്തെ ചർച്ചയിലൂടെ തന്നെ തുർക്കിക്ക് കഴിഞ്ഞു. ട്രംപിന്റെ 20 ദിന പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്നതായിരുന്നു മധ്യസ്ഥരുടെ മുന്നിലുള്ള ആദ്യ ആശങ്ക അല്ലെങ്കിൽ വെല്ലുവിളി. ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പാക്കാമെന്ന നിർദ്ദേശം വെച്ചത് തുർക്കിയാണെന്നാണ് റിപ്പോർട്ടുകൾ. നടപ്പാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിയുന്ന കാര്യങ്ങളിൽ ആദ്യം തീരുമാനമെടുക്കാം എന്ന് തുർക്കി നിലപാടെടുത്തു. തർക്ക വിഷയങ്ങളിൽ പിന്നീട് ചർച്ച നടക്കട്ടെ എന്നും തുർക്കി പ്രതിനിധികൾ ചർച്ചയിൽ അറിയിച്ചു. ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു. അതായത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, രണ്ട് പക്ഷത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് തീരുമാനിക്കാം എന്ന നിലപാട് തുർക്കി എടുത്തതോടെയാണ് ചർച്ച വളരെ ഒരു കീ രീതിയിലേക്ക് മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ചർച്ച വളരെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് മുന്നോട്ട് പോയത്. മാത്രമല്ല ഇസ്രയേൽ എടുക്കാൻ സാധ്യതയുള്ള നിലപാടുകളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനും തുർക്കിയുടെ സാന്നിധ്യം ഖത്തർ, ഈജിപ്റ്റ് പ്രതിനിധികളെ സഹായിച്ചു എന്നാണ് റിപ്പോർട്ട്. അതായത് തുർക്കിയുടെ പങ്കാളിത്തം അനിശ്ചിതാവസ്ഥയിലായിരുന്ന ചർച്ചകൾക്ക് കൂടുതൽ ഘടനയും വിശ്വാസ്യതയും നൽകിയതായി നമുക്ക് അതിനെ വിലയിരുത്താം. തുർക്കിയുടെ പങ്കാളിത്തം ഹമാസിനെ ചർച്ചകളിൽ വിശ്വാസം നൽകി. അതൊരു മറ്റൊരു കാര്യം. കാരണം തുർക്കി പലസ്തീനിയൻ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും വാദിച്ച ഒരു രാജ്യമാണ്, വാദിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന രാജ്യമാണ്. മധ്യസ്ഥ ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഹമാസുമായി തുർക്കി അതുകൊണ്ട് തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതോടെയാണ് ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിൽ ദേഷ്യത്തിലായിരുന്ന ഹമാസ് നേതാക്കൾ ഈ ചർച്ചകൾക്ക് മുന്നേ തന്നെ നമുക്ക് ചർച്ചകൾ തുടങ്ങാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയത്. ഹമാസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ കരാറിലെ വ്യവസ്ഥകൾ. അത് നമുക്കറിയാം. അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കാമെന്ന തുർക്കിയുടെ ഉറപ്പും ഹമാസിനെ വഴങ്ങാൻ പ്രേരിപ്പിച്ചു. അതായത് മധ്യസ്ഥ ചർച്ചകളിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചു. എർദോഗനും ട്രംപുമായുള്ള ബന്ധം ആ രീതിയിലാണെന്ന് ഹമാസ് നേതാക്കൾക്ക് നന്നായി അറിയാം. എർദോഗന്റെ വൈറ്റ് ഹൗസ് സന്ദർശനത്തിൽ പലസ്തീൻ വിഷയത്തിലടക്കം ട്രംപുമായി വിശാലമായ ചർച്ച നടന്നു എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. ഹമാസിനെ വിശ്വാസത്തിലെടുത്തുള്ള ചർച്ചകൾക്ക് മാത്രമേ ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ള കാര്യം ഈ ചർച്ചയിൽ ട്രംപ് സമ്മതിച്ചിരുന്നു. വെടിനിർത്തലും തടവുകാരുടെ കൈമാറ്റവും സുഗമമാക്കാനും ഉറപ്പാക്കാനും തുർക്കി, ഈജിപ്റ്റ്, ഖത്തർ, അമേരിക്ക ഉൾപ്പെടുന്ന ഒരു സംവിധാനം വേണമെന്നുള്ള നിർദ്ദേശവും എർദോഗൻ മുന്നോട്ട് വെച്ചു. തുടർന്നാണ് മധ്യസ്ഥ ചർച്ചയിലേക്ക് തുർക്കി കൂടി നിയോഗിക്കപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തുർക്കിയുടെ സാന്നിധ്യവും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടതും വളരെ പോസിറ്റീവായി ഹമാസ് കണ്ടു. എന്നാൽ തുർക്കിയുടെ പങ്കാളിത്തം ഇസ്രയേൽ അല്പം സംശയത്തോടെയാണ് ആദ്യം നോക്കിക്കണ്ടത്. എന്നാൽ ട്രംപിന്റെ സമ്മർദ്ദത്തോടെ ഇസ്രയേലും വഴങ്ങുകയായിരുന്നു. മരുമകൻ ജാരഡ് കുഷ്ണറെ നേരിട്ട് ചർച്ചകളിൽ നിയോഗിച്ചാണ് ട്രംപ് ഇസ്രയേലിനെ മെരുക്കിയത്. അതായത് തുർക്കി ചർച്ചകളിൽ പങ്കുചേർന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും പിന്തുണയ്ക്കാൻ കഴിയുന്ന വെടിനിർത്തൽ രൂപരേഖയായി എന്നത് തുർക്കിയുടെ വലിയ വിജയമാണ്. ആദ്യ 2 വെടിനിർത്തൽ ശ്രമങ്ങൾ, അതായത് 2023 അവസാനവും ഈ വർഷം ആദ്യവും നടപ്പാക്കാൻ നോക്കിയിരുന്ന വെടിനിർത്തലുകൾ, അതാണ് ഉദ്ദേശിച്ചത്. അത് പരാജയപ്പെട്ടത്. ഇത് രണ്ടും പരാജയപ്പെട്ടത് കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനങ്ങളുടെ അഭാവവും അതിനെ തുടർന്നുള്ള ഇസ്രയേലിന്റെ തോന്നിവാസവുമായിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ തുർക്കിയുടെ ഘടനാപരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം തീർത്തും വ്യത്യസ്തമാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരും ഈ പശ്ചിമേഷ്യൻ വിഷയങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും പറയുന്നത്. ഈ കരാറിൽ ഗാസ പുനർനിർമ്മാണമുണ്ട്, ഗാസ ടാസ്ക് ഫോഴ്സ് ഉണ്ട്, ഗാസ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ഇതിലെല്ലാം തുർക്കി അംഗവുമാണ്. അപ്പോഴും ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യവും പലസ്തീൻ രാഷ്ട്രത്തിനായി വാദിക്കുന്ന രാജ്യവുമാണ് തുർക്കി. ഇസ്രയേലിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും മധ്യസ്ഥ റോളിലെത്തി സമാധാന കരാർ വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞത് തുർക്കിയുടെ നേട്ടമാണ്, നയതന്ത്രപരമായ നേട്ടമാണ്. ഇത് പശ്ചിമേഷ്യയിലെ തുർക്കിയുടെ നയതന്ത്രപരമായ പങ്ക് പുനർക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. രാഷ്ട്രീയ ഇച്ഛാശക്തിക്കൊപ്പം തുർക്കി നയതന്ത്ര പ്രായോഗികതയും പ്രകടിപ്പിച്ചു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം ഇതിനെ വിലയിരുത്തുന്നത്. അതായത് ഒരു ഭാഗത്ത് ഇസ്രയേലിനെ എതിർക്കുന്നു, മറുഭാഗത്ത് ഇസ്രയേൽ കൂടി പങ്കെടുത്ത സമാധാന ചർച്ചയിൽ കൃത്യമായ നിലപാടെടുക്കുന്നു. ഇതിനെ ഒരു നയതന്ത്രപരമായ പ്രായോഗികത എന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. എന്തായാലും ഗാസയിൽ തുർക്കിയുടെ സാന്നിധ്യം
പലസ്തീനികൾക്ക് ഗുണവും ആശ്വാസവുമാണ്. പലസ്തീൻ രാഷ്ട്രത്തിനായി ശക്തമായി വാദിക്കുന്ന തുർക്കിയുടെ സാന്നിധ്യം ഇസ്രയേൽ വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. ഗാസയെ വ്യക്തമായ ലക്ഷ്യത്തോടെ പുനർനിർമ്മിക്കുകയാണ് ഇനി തുർക്കിയുടെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് എർദോഗൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ചർച്ചകൾ വെല്ലുവിളിയുമാണ് തുർക്കിയെ സംബന്ധിച്ച്. പക്ഷേ തുർക്കിയുടെ നയതന്ത്രപരമായ മികവ് അതിനെയെല്ലാം മറികടക്കുമെന്നാണ് പലസ്തീൻ അനുകൂലികളായ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതീക്ഷ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അംഗമാകാം. നന്ദി, നമസ്കാരം.